ബ്ലാക്ക് ജീനും വൈറ്റിൽ ബ്ലാക്ക് ലൈനുള്ള ഫുൾ സ്ലീവ് ഷർട്ടും ഇട്ട് മിററിന് മുന്നിൽ നിന്ന് തിരിഞ്ഞും മറിഞ്ഞും നോക്കി. മുടി പോണിറ്റെയിൽ കെട്ടി. ഓ മതി, ഒരുങ്ങിയില്ലേലും അരുണ സുന്ദരിയാ. ഫോൺ പാൻറ്റിൻ്റെ പോക്കറ്റിലേക്ക് തിരികി. ഡെന്നിയെ കണ്ട് കാറിൻ്റെ കീ വാങ്ങാം. ഈശ്വര, ചെക്കൻ്റെ പരിപാടി കഴിഞ്ഞ് വന്ന് കാണുമോ? കൈത്തണ്ടയിലെ വാച്ചിലേക്ക് കണ്ണുകൾ ചലിച്ചു. ഇത്രയും നേരം എന്ത് പരിപാടിയാ? വന്ന് കാണും. ഡോറിൽ തട്ടി. അനക്കൊന്നും കേൾക്കുന്നില്ല. ഇനി വന്നില്ലേ? ഭ്രാന്ത് പിടിച്ച് ആ പെങ്കൊച്ചിനെ എന്തേലും ചെയ്തോ ആവോ? വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് കയറി. കുളിക്കുവാണോ? ബാൽക്കണിയിലേക്ക് ഇറങ്ങി റെയിലിങ്ങിൽ ചാരി താഴേക്ക് നോക്കി. ഹരികൃഷ്ണൻ, നിന്റെ ബയോഡേറ്റ എനിക്ക് വേണം. ഈ കൃഷിക്കാരനെ പറ്റി ഡെന്നി പറഞ്ഞപ്പോൾ വെറും ഒരു നാട്ടിൻ പുറത്തുകാരൻ അങ്ങനെ കരുതിയുള്ളൂ. പക്ഷേ മോനെ ഹരി, ശരീരത്തെ തഴുകി കടന്നുപോയ കുളിർ തെന്നൽ. അവൾ നെഞ്ചത്ത് കൈ രണ്ടും പിണച്ച് കെട്ടി. അരുണ, നീ വന്നിട്ട് ഒരുപാട് നേരമായോ? ഇല്ലടാ, ദേ ഇപ്പൊ വന്നതേയുള്ളൂ. നീ എവിടെയും പോകുന്നുണ്ടോടി? ഓഫീസിലേക്ക്. സീക്രട്ട് ഇൻവെസ്റ്റിഗേഷൻ ആണേലും IPSകാരിയെ തേടി വരുന്ന അർജന്റ് മീറ്റിങ്ങിന് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇന്ന് എന്തായാലും ലേറ്റാവും. അപ്പോ പോവാണോ? അവനിൽ നിരാശ. എന്താടാ, എന്തു പറ്റി? ഡെന്നിയുടെ തോളിൽ വേദനിപ്പിക്കാതെ ഇടിച്ചു. രാത്രി ഫുഡ് കഴിക്കാൻ നേരം ആനി അവിടെ ഉണ്ടാകും. നിനക്കെൻ്റെ കുഞ്ഞിപ്പെണ്ണിനെ കാണണ്ടേ? അതെന്ത് ചോദ്യമാ ഡെന്നി? കാണണം. ഇന്ന് കണ്ടില്ലേലെന്താ? നാളെ രാവിലെ ഞാൻ കണ്ടോളാം. ദേ, അനിയത്തി കുട്ടിയായി മുറുകെ പിടിച്ചോളാം. മതിയോ? മതി. ഹോസ്പിറ്റലിൽ എൻ്റെ ആവശ്യം വരുമ്പോൾ ഞാൻ പോകും. നീ ഉണ്ടാവണം ആനിക്കൊപ്പം. പിന്നിൽ പതിയിരിക്കുന്ന ചതിക്കുഴി എന്താണെന്നോ അതിൻ്റെ ആഴം എത്ര വലുതാണെന്നോ അതിനറിയില്ല. ഉണ്ടാവും. നീ എൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു തന്നത് ഈ ചെക്കൻ്റെ ജീവനാണെന്ന് നല്ല ബോധ്യമുണ്ട് എനിക്ക്. ജീവൻ നഷ്ടപ്പെടുന്നത് വരെയും നിഷാനിക്ക് നിഴലായി അരുണയുണ്ടാകും. അരു, നീ ഇത് എന്താടി? ഒന്ന് പോ ചെക്ക. എൻ്റെ ജീവൻ എടുക്കാൻ ഇങ്ങ് വരട്ടെ. അപ്പോഴാ. അതൊക്കെ വിട്. നിഷാനിയുടെ പിണക്കം മാറിയോ? എന്നെ കണ്ടാൽ അവിടെ പരിഭവവും പരാതിയും നിറയും. ഡെന്നിയിൽ ഇതേവരെ കാണാത്ത പ്രകാശം, ചുണ്ടിൽ നനവ്. അപ്പോൾ സാധനം കൊടുത്ത് കോംപ്രമൈസ് ആക്കി അല്ലേ ഡോക്ടറെ? എനിക്കിപ്പോൾ തന്നെ കൂടെ പൊറുപ്പിക്കാൻ തോന്നുവാരുണ. അത്രയ്ക്കും ഇഷ്ടം. അതിന് മാത്രം എന്ത് പ്രത്യേകതയാടാ അവളിൽ നീ കണ്ടത്? മുംബൈയിൽ ഈ ടൈപ്പ് പെൺപിള്ളേരെ നിന്റെ കണ്ണിൽ പെട്ടതേയില്ലേ? ആനിയെ നീ ഒന്ന് കാണ്. എന്നേക്കാൾ നിനക്കവൾ പ്രിയപ്പെട്ടതാകും ഉറപ്പ്. ശരിയടാ, ഞാൻ പോവാം. കാറിൻ്റെ കീ എനിക്ക് വേണം. അരുണ എന്തോ ഓർത്തെടുത്തതുപോലെ പിന്നാലെ നടന്നു. നീ ഹരിയെ കണ്ടില്ലേ? എന്ത് തോന്നി? എന്ത് തോന്നാൻ? നാട്ടിൻ പുറത്തെ സൗന്ദര്യം, ചുള്ളൻ. ആരും ഒന്ന് നോക്കി നിന്ന് പോകും. കൊള്ളാം. അരുണ, നിനക്ക് ചുമ്മാ ഒന്ന് പോച്ചേക്ക. മെയിൻ ഡോർ കടക്കുമ്പോൾ ഓപ്പോസിറ്റായി വരുന്ന ആളിനെ കണ്ടതും അവൾ വശ്യമായി ചിരിച്ചു. ഹായ്. അവൻ കൈ ഉയർത്തി. ഇന്ന് എന്തു പറ്റി എഡിൻ? പതിവ് തെറ്റിച്ചോ? ഓ, ഒരു മൂഡ് തോന്നിയില്ല. നിർത്തിയാലോ എന്ന് ആലോചിക്കുവാ. എന്തേ അങ്ങനൊരു ടോക്ക്? അവളിലൂടെ കണ്ണുകൾ അനുസരണയില്ലാതെ ചലിക്കുന്നുണ്ട്. അരുണയുടെ ശരീരം വിറഞ്ഞ് കയറി. കൈ പിന്നിൽ കൂട്ടിക്കെട്ടി ദേഷ്യം കടിച്ചമർത്തി. ഡോക്ടർ എവിടെയും പോവാണോ? ഇന്ന് നൈറ്റ് ഡ്യൂട്ടിയാണ്. ഷോ, എനിക്കൊരു കാര്യം പറയാൻ. നേരത്തെ വന്നതും അതിനു വേണ്ടിയാ. ആണോ? എന്താ കാര്യം? പറയ്. ഇവിടെ വെച്ച് ശരിയാവില്ല. ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഏത് ഹോസ്പിറ്റലാണെന്ന് എനിക്കും കാണാമല്ലോ. അതിൻ്റെ ആവശ്യമില്ല. അകത്തു നിന്ന് ഡെന്നിയുടെ ഉറച്ച ശബ്ദം. അരുണ കൊച്ചു കുഞ്ഞല്ല. മുംബൈ നഗരത്തിൽ സ്വന്തം കാറിൽ ഡ്രൈവ് ചെയ്യുന്നവൾക്ക് ഇവിടെ ഒരു കൂട്ടിൻ്റെ ആവശ്യമില്ല. അരുണ, നീ പോകാൻ നോക്ക്. ബൈ ഡെന്നി. ചെക്കന് ചെറിയ വട്ടുണ്ട്. നമുക്ക് പിന്നെ മീറ്റ് ചെയ്യാം കേട്ടോ. എഡിന് മുന്നിലൂടെ സ്റ്റെപ്പുകൾ ഇറങ്ങുമ്പോൾ പതിയെ പറഞ്ഞു. കാറ് സ്റ്റാർട്ടായി. ഇവൻ്റെ സൂക്കേട് അത് വേറെയാ. പൊന്നുമോന് റൂട്ട് തെറ്റും. അനിയത്തിയും ചേട്ടനും എൻ്റെ പിന്നാലെയാണ്. അരുണയുടെ ഡീറ്റെയിൽസ് തപ്പാൻ നീയൊക്കെ കുറച്ച് പാടുപെടും. നിന്റെ ഈ പോക്ക് അത് വേണ്ട. അനിയനാണെന്ന് ഡെന്നി അങ്ങ് മറക്കും. ഓ, അതെന്താ? വന്ന പാടെ നിഷ നിൻ്റേതാണ്, കെട്ടും കൂടെ കൂട്ടും എന്നൊക്കെ വലിയ വായിൽ പറഞ്ഞു. ഇപ്പം ഇവളെയും. നിനക്ക് എത്ര പേരെ വേണം? എൻ്റെ വഴിയിൽ വന്നാൽ ഇച്ചായനാണെന്ന് ഞാനും മറക്കും. എൻ്റെ പൊന്നനിയൻ ചെല്ല്. ഞാൻ ഇവിടെയൊക്കെ തന്നെ കാണും. ഹരി, മക്കളെ, നീ എന്താ ആലോചിക്കുവാ? ഏയ്, ഒന്നുമില്ലമ്മ. നിഷമോള് വിളിച്ച് എന്താ പറഞ്ഞേ? അത്
എന്താ മക്കളെ, മോൾക്ക് അവിടെ എന്തേലും പ്രശ്നമുണ്ടോ? അറിയില്ല, പക്ഷെ നാളെ വിളിക്കാൻ വരണ്ടാന്ന്. അതെന്താ മോനെ അങ്ങനെ? ഇനി സൂസൻ വഴക്കെന്തേലും? എനിക്കും സംശയമുണ്ട്. പാവം, അതിൻ്റെ വിധിയേ. ഹരി വാ, കഞ്ഞി കുടിക്കാം. എനിക്ക് ഗുളിക കഴിച്ച് കിടക്കണം, വയ്യ. എന്താമ്മ, ഹോസ്പിറ്റലിൽ പോണോ? വെപ്രാളത്തിൽ ചോദിച്ചു. ഒന്ന് പോടാ, രാവിലെ മുതൽ തൊഴുത്തിൽ കെട്ടിയ മാടിനെ പോലെ ഓടുക. നീ പോകുമ്പോൾ അടുക്കള വേല തീരും. പിന്നെ നിന്റെ ഡ്രസ്സ് അലക്കണം. ആ ജീൻസ് എടുത്ത് പൊക്കി കഴുകാനുള്ള ആവത് എനിക്കില്ല. അത് കഴിഞ്ഞ് തയ്യലും. തല വഴിയെ തുണികൾ കിടക്കുക. ഹരി അമ്മയുടെ തോളിലേക്ക് ചാരി. ഞാനേ ഒരു തീരുമാനം എടുത്തു. ഇനി മുതൽ എൻ്റെ ഡ്രസ്സ് ദേവിക്കുട്ടി അലക്കണ്ട. കല്യാണം കഴിക്കാൻ സമ്മതാണോ? ദേ അമ്മ, സന്തോഷിക്കാൻ വരട്ടെ. എന്തു പറഞ്ഞാലും അവസാനം അതിൽ വന്ന് നിന്നോളും. ഒരു വാഷിംഗ് മെഷീൻ വാങ്ങാം, അതാവുമ്പോൾ തുണി അലക്കൽ ഒഴിവായി. ഒന്ന് പോടാ. മക്കളാണേൽ അമ്മമാരെ സ്നേഹിക്കണം, അവർക്കിഷ്ടമുള്ളത് ചെയ്യണം. മരിച്ചാലും എൻ്റെ ആത്മാവിന് ശാന്തി കിട്ടില്ല. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ പോകും. അങ്ങനെ എൻ്റെ ദേവിയമ്മ ഒറ്റയ്ക്ക് പോകണ്ട, കൂട്ടിന് ഞാനും വരാം. ഉള്ളിലെവിടെയോ പേരറിയാത്തൊരു വേദനയുണ്ട്. പക്ഷെ അവനത് പുറത്തു കാട്ടാതെ ഒതുക്കി പിടിച്ചു. മേ ഐ കമിൻ മാഡം? യെസ്. സത്യദാസ് അരുണയുടെ മുന്നിലേക്ക് ഫയൽ നീട്ടി. മാഡം പറഞ്ഞ ആളിൻ്റെ ഡീറ്റെയിൽസാണ്. അവൾ പേപ്പേഴ്സ് ഓരോന്നായി മറിച്ചു. ഇതിൽ സംശയിക്കാനായി ഒന്നുമില്ലല്ലോ സത്യ. അയാളെ വാച്ച് ചെയ്തോ? കാണാൻ വരുന്നവർ അങ്ങനെ ആരേലും? യെസ് മാം. ഈ ആഴ്ചയിൽ സ്ഥിരമായി ഒരാൾ വന്നു പോകുന്നുണ്ട്. ഒരുപാട് നേരം സംസാരിക്കും. വൺ മിസ്റ്റർ തോമസ്. കയർ എക്സ്പോർട്ട് ചെയ്യുന്ന ബിസിനസ്സാണ്. ഈ 2 പേർക്ക് പിന്നാലെ സത്യയുടെ കണ്ണുകൾ ഉണ്ടാവണം. യെസ് മാം. യു മേ ഗോ നൗ. അരുണ ആലോചനയോടെ നടന്നു. കണ്ടുപിടിക്കും ഞാൻ. തൻ്റെ പോയി മുഖം വലിച്ചു കീറും. മുംബൈയിൽ നിന്നും ഇവിടേക്ക് വന്നത് വെറുതെ ആവില്ല. കയറിൻ്റെ മറവിൽ കടത്തി അയക്കുന്നത് എന്താന്ന് ഇപ്പം എനിക്കറിയാം. അതിൽ ആ പാവത്തിനെ കൂടി. തോറ്റു പോകും നീയൊക്കെ. അവളുടെ കണ്ണുകൾ ചുവന്ന് കയറുന്നുണ്ട്. ഫോൺ റിങ് ചെയ്യുമ്പോൾ ഡിസ്പ്ലേയിൽ തെളിഞ്ഞു വരുന്ന ഫോട്ടോ നോക്കി ഒരു നിമിഷം നിന്നു. ഡെന്നി, എന്താടാ? അരു. മറുവശത്ത് അനക്കമൊന്നുമില്ല. പറയരുണ, ആരാ അവൻ? അവൾ എല്ലാം പറഞ്ഞു നിർത്തി. സാറിൻ്റെ ബിസിനസ് കൊള്ളാലോ ഡെന്നി. ഒരു പക്ഷേ വല്യപ്പച്ചൻ ഈ കാര്യം അറിഞ്ഞു കാണും. അതാവും ആ മനുഷ്യനെ. അവനെ പൊക്കണം, ആ തോമസിനെ. ബാക്കി അവനിൽ നിന്ന് തുടങ്ങാം. ഞാൻ ഉടനെ വരാം. എനിക്ക് നിഷാനിയെ കാണണം. നാളത്തേക്ക് മാറ്റി വയ്ക്കുന്നില്ല. രാത്രി അത്താഴം കഴിക്കാൻ എല്ലാവരുമുണ്ട്. പതിവില്ലാതെ എഡിനെ ഡൈനിങ് ഹാളിൽ കണ്ടതും നിഷ കിച്ചണിൽ തന്നെ നിന്നു. മോള് വാ. എന്താ ഇവിടെ നിൽക്കുന്നേ? നിന്റെ ഇച്ഛായനോടുള്ള പിണക്കം മാറിയില്ലേ? പിണക്കമില്ല, എന്നാലും ഞാൻ വരുന്നില്ല ആൻറ്റി. നിഷ മോളെ നിർബന്ധിക്കേണ്ട നീരജ കുഞ്ഞെ. ആ ചെക്കനുണ്ടല്ലോ, അവനെ പേടിച്ചാ ഈ നിൽപ്പ്. മറിയാമ്മ സ്വരം താഴ്ത്തി പറഞ്ഞു. ആണോ മോളെ? ഡെന്നി അവിടെ ഉള്ളപ്പോൾ ഈ പേടിയുടെ ആവശ്യമുണ്ടോ? പേടിയല്ല, അവൻ്റെ നോട്ടം. അത് പറ്റില്ല. മേരിക്കുട്ടി, സക്രിയ എവിടെ? അവൻ വന്നില്ലേ? ഇന്ന് കണ്ടതേയില്ല. അത് എന്നോടൊന്നും പറഞ്ഞില്ല അമ്മച്ചി. വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല. സൂസൻ ഊറി ചിരിച്ചു. അവന് ഭാര്യയെ അത്രയ്ക്ക് സ്നേഹമാണ്. ഞാൻ വിളിച്ചിരുന്നു. ബിസിനസ് മീറ്റ് കഴിഞ്ഞു. നാളെ രാവിലെ ഇങ്ങെത്തും. സൂസൻ്റെ അഹങ്കാരത്തോടെയുള്ള സംസാരം. മേരിക്കുട്ടിയുടെ കണ്ണുകൾ നിറയുന്നുണ്ട്. കിച്ചൺ ഡോറിന് മറവിൽ നിന്ന് ഒരു തല പുറത്തേക്ക് നീണ്ടു. ഡെന്നി ചുണ്ട് കടിച്ചു പിടിച്ചു. മോനിവിടെ വെറുതെയല്ലേ ഇരിക്കുന്നത്? ട്രാവൽസ് വരെ വന്ന് എന്നെ ഒന്ന് സഹായിച്ചൂടെ? ഐസക്കിൻ്റെ ചോദ്യം. എഡിനും അവിടെ ഉള്ളപ്പോൾ എൻ്റെ ആവശ്യം ഉണ്ടോ അങ്കിൾ? പിന്നെ എനിക്ക് ഈ ബിസിനസ്സിൻ്റെ ABCD അറിയില്ല. നിഷ അവനെ തന്നെ എത്തി നോക്കി. പക്ഷെ ഒരിക്കൽ പോലും ഡെന്നിയുടെ കണ്ണുകൾ അവൾക്ക് നേരെ ചലിച്ചില്ല. ഇച്ചായൻ പിണങ്ങിയോ? ഡെന്നി ഫോണിൽ നോക്കിയിരിക്കാതെ കഴിച്ചിട്ട് പോയി കിടന്നുറങ്ങാൻ നോക്ക്. ഞാൻ പതിയെ കഴിക്കുന്നതേ ഉള്ളൂ. അമ്മയ്ക്ക് ഉറക്കം വരുന്നെങ്കിൽ പോയിക്കോ. നീരജെ, കൊച്ചനെന്തോ പ്ലാൻ ചെയ്യുവാണ്. അമ്മ, ചൂടുവെള്ളം തീർന്നോ? കാലിയായ ജഗ് എടുത്ത് കുളിക്കി. ആ ഇങ്ങത്താ, ഞാൻ എടുത്തിട്ട് വരാം. ഏയ് വേണ്ട, അമ്മ കഴിച്ചോ. കിച്ചണിലുണ്ടല്ലോ, ഞാൻ എടുത്തോളാം. തുള്ളിച്ചാടി പോവാണ്. എടി പെണ്ണെ, പറയാതെ വയ്യ. ചെക്കൻ്റെ കുരുത്തക്കേട് കൂടുന്നുണ്ട്, ഒന്ന് സൂക്ഷിച്ചോ. അമ്മച്ചിയുടെ മോൻ്റെ സ്വഭാവം അതുപോലെ അവന് കിട്ടി. നിഷാനിയെ കാണാൻ പോകുന്നതാ. ചെക്കന് മോളെ ജീവനാ. നമുക്ക് പെട്ടെന്ന് കെട്ട് നടത്താം നീരജെ. നിങ്ങൾ പോകുമ്പോൾ മോളെ കൂടി കൊണ്ടുപോയിക്കോ. മേരിക്കുട്ടിയുടെ സന്തോഷം കാണുമ്പോൾ വല്യമ്മച്ചിയിൽ ഒരു വേദന മുള പൊട്ടി. അയ്യോ, കറണ്ട് പോയല്ലോ.
എൻ്റെ കർത്താവേ, നീയും ചെക്കന് കൂട്ടു നിൽക്കുവാണോ? നടക്കട്ടെ. ആരോ വലം കയ്യിൽ പിടിച്ചതും അവൾ ഞെട്ടി. ഇരുട്ടിൻ്റെ മറവിൽ ഒരു രൂപം. വിടനെ! പേടിയോടെ വിക്കി കുതറി മാറി. വലിച്ചെടുത്ത് ആ നെഞ്ചിലെ ചൂടിലേക്ക് ചേർത്ത് അമർത്തി പിടിച്ചതും അവളിലൂടെ ഒരു മിന്നൽ പിണർ കടന്നുപോയി. ഉള്ളിലെ പിടപ്പും വേദനയും അവനിൽ അലിഞ്ഞില്ലാതെയാകുന്നു. എൻ്റെ ആനി പേടിച്ചോ? എന്തിനാ പേടി? അത് എഡിനാവുന്ന് കരുതി. അവനെ പേടിച്ചാണോ പുറത്തേക്ക് വരാതിരുന്നത്? ഡെന്നിയുടെ വിരലുകൾ തലമുടിക്കിടയിലൂടെ ഒഴുകി നടന്നു. ഈ എഡിൻ്റെ മുന്നിലേക്ക് അറിഞ്ഞുകൊണ്ട് പോയി നിൽക്കില്ല, എനിക്ക് പേടിയാ. അവളെ ചുവരോട് ചേർത്ത് നിർത്തി. ഇരുട്ടിലും തിളങ്ങുന്ന കണ്ണുകൾ. അനി നാസികത്തുമ്പിൽ ചുണ്ടുകൾ ചേർന്നു അമർത്തി ചുംബിച്ചു. ഇച്ചായ? എടാ കൊച്ചനെ, ഇരുട്ടാണ്, വെള്ളം കിട്ടിയോ? എവിടെയും തട്ടി തടഞ്ഞ് വീഴരുത്. നിഷ അവനെ പിന്നിലേക്ക് തള്ളി മാറ്റി. കിട്ടി വല്യമ്മച്ചി, കുടിക്കാൻ പോവാ. പതിയെ കുടിക്കണേ മോനെ, നെറുകയിൽ കയറാതെ സൂക്ഷിച്ചോ. ചൂട് വെള്ളം വേണോ ആനി? ജഗ് അവളുടെ കയ്യിലേക്ക് കൊടുത്തു. അവൻ്റെ കുറുമ്പോടെയുള്ള ചിരി അരക്കെട്ടിലൂടെ കൈ ചുറ്റിയതും ഇഷ്ടത്തോടെ അവനിലേക്ക് ചേർന്ന് നിന്നു. ഹൃദയം പ്രിയപ്പെട്ടവൻ്റെ പ്രണയത്തെ സ്വീകരിക്കാൻ തയ്യാറാവുന്നുണ്ട്. കണ്ണുകൾ മുറുകെ അടച്ചു. അവൻ്റെ നിശ്വാസം മുഖമാകെ തണുപ്പ് പടർന്നതുപോലെ. പെട്ടെന്ന് കറണ്ട് വന്നു. മുന്നിൽ നിൽക്കുന്നവളെ ഇമച്ചിമ്മാതെ നോക്കി. ചെവിക്കരികിൽ ചുണ്ടടിപ്പിച്ചു. കുറ്റിത്താടിയും മീശയും കവിൾ തടത്തിൽ കുത്തിയിറങ്ങി. ചുവക്കാതെ പെണ്ണെ, വെള്ളം റൂമിലേക്ക് കൊണ്ടുവരണം, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിഷ കണ്ണുകൾ വലിച്ചു തുറന്നു. പരതി പിടിച്ച് ചുറ്റും നോക്കി. കറണ്ട് വന്നോ? വന്നു. ഈ ചായൻ ഒരുപാട് ആഗ്രഹിച്ചതാ, മിസ്സായിപ്പോയി. പെട്ടെന്ന് വരണം. പുറത്തേക്ക് നടക്കും മുന്നേ അവൻ്റെ കയ്യിൽ പിടിച്ചു. എന്താ ആനി? വേണ്ടിച്ച, അത് ശരിയാവില്ല. ശരിയാവും. എൻ്റെ മിന്നിന് അവകാശിയല്ലേ നീ? വന്നില്ലേൽ എനിക്ക് വിഷമാകും. പ്ലീസ്. അരുണയെ കണ്ടിട്ടില്ലല്ലോ, പരിചയപ്പെടണ്ടേ? എന്നാ വരാം. ദേ വരുന്നുണ്ട്. ഇങ്ങനെ പോയാൽ ഇവിടെ പലതും നടക്കും. ഈ അമ്മച്ചിക്ക് ഒരു നാണവുമില്ല. അവർ കൊച്ചുങ്ങളല്ലേ അമ്മച്ചി. നമുക്ക് കുറച്ച് നാളത്തേക്ക് കണ്ണ് പൊത്തി നടക്കാം. പിന്നെ നിന്റെ മോൾക്ക് സുന്ദരനും സുമുഖനും അതും പോരാഞ്ഞ് ഡോക്ടറുമായ ചെക്കനെ കിട്ടുമ്പോൾ വയസ്സിയായ ഞാൻ കണ്ണ് പൊത്തി നടക്കണോ? പറ്റില്ല മേരിക്കുട്ടി. ഞാൻ നോക്കും, കണ്ണ് തുറന്നു നോക്കും. അല്ല പിന്നെ. നിന്റെ മകൾ. മേരിക്കുട്ടിയുടെ അടിവയറ്റിൽ എന്തോ ഒന്ന് ഉരുണ്ട് കയറി. ഇരുന്ന ഇരിപ്പിൽ അവരൊന്ന് പിടച്ചു. കർത്താവേ, ഇടയ്ക്കിടയ്ക്ക് എന്താ ഇങ്ങനെ തോന്നുന്നത്?